ഇന്ന് നമുക്ക് എങ്ങനെയാ കോഴിക്കോട്ട ഉണ്ടാക്കാൻ നോക്കാം. അതായത് ഇത് ഓശാന ഞായറാഴ്ചയാണ്. ഓശാന ഞായറാഴ്ച എന്ന് മാത്രമല്ല, ഇപ്പം ഈ നൊയമ്പിൻ്റെ സമയത്താണെങ്കിൽ മിക്കതും ഈസ്റ്ററിനൊക്കെ ഒരുക്കപ്പാടുള്ള ആ സമയത്ത് കൂടുതലും ശനിയാഴ്ച, ഓശാന ഞായറിൻ്റെ തലേദിവസം ശനിയാഴ്ച രാത്രി ഈ അപ്പം ഉണ്ടാക്കും, കോഴിക്കോട്ട. പിന്നെ അതുപോലെ തന്നെ ഞായറാഴ്ച ഉണ്ടാക്കാം. അതിപ്പോൾ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വെറുതെ ദിവസങ്ങളിൽ നമ്മൾ സ്നാക്കായിട്ട് കുറേ പേരുണ്ടാക്കുന്നതാണ് ഈ കോഴിക്കോട്ട എന്ന് പറയുന്ന സാധനം. അത് കൂടുതലും ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോൾ ഓശാന ഞായറിനാണ് ഇത് ഒരു ചടങ്ങാണത്. വിഷുവിന് വിഷുക്കട്ട, അതുപോലെ ഓരോ വിശേഷങ്ങൾക്ക് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെ മെയിനായിട്ടുള്ളൊരു ഇപ്പോൾ തിരുവാതിരയ്ക്ക് കുറുക്കുക, അതുപോലെയുള്ള ഒരു പരിപാടിയാണ് ഓശാനയുടെ അന്ന് നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കും. അതുപോലെ തന്നെ ഞാൻ പാതി നോയിമ്പിൻ്റെ ഇട്ടുണ്ടായിരുന്നല്ലോ ഇണ്ടേറിയപ്പം, അതുപോലെ തന്നെ അത് പെസാപ്പായിട്ട് അത് ഉണ്ടാക്കും. അതുപോലെ ഒരു റെസിപ്പിയാണ് ഇത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കോഴിക്കോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇത് എൻ്റെ അമ്മച്ചിയുടെ സ്റ്റൈലാണ് കേട്ടോ. അതായത് അമ്മച്ചി എങ്ങനെ തയ്യാറാക്കാന്ന് വെച്ചാൽ നല്ല അടിപൊളി വറുത്ത അരിപ്പൊടി ആയിരിക്കണം. നല്ല നൈസായിട്ട് വറുത്ത അരിപ്പൊടിയാവണം ഇതിന് മെയിനായിട്ട്. ഇടിയപ്പത്തിൻ്റെ നൂലപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ കൂട്ട് തന്നെയാണ്, നല്ല വറുത്ത അരിപ്പൊടി ആയിരിക്കണം. പിന്നെ ഇവിടെ മേടിക്കുന്ന അരിപ്പൊടി എന്ന് വെച്ചാൽ ഇത്തിരി എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത്തിരി മിക്സൊക്കെ ഉണ്ടാവും. അതായിരിക്കാം ഒരു നാട്ടിലത്തെ അരിപ്പൊടിയുടെ ടേസ്റ്റ് കിട്ടാറില്ല. അപ്പോൾ ആ ഒന്ന് പച്ചരി മേടിക്കുക, കഴുകുക, പൊടിക്കുക, എന്നിട്ട് അതിന് ശേഷം ആ പൊടി എടുക്കാൻ നോക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ കോഴിക്കോട്ട തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ മെഷർമെൻറ്റ് പറയില്ലേ. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചൂടുവെള്ളം ആറിപ്പോവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചെയ്തിട്ട് വലിയ പരിചയമില്ലല്ലോ, അതായിരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വേഗം പറയുകയാണ്. വെള്ളം ചൂടാറി തുടങ്ങി. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്, പച്ചരിയുടെ പൊടി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ നമുക്ക് ഉപ്പിട്ടിട്ട് കലക്കാം. ഞാനിപ്പോൾ ഈ പൊടിയിൽ ഉപ്പിട്ട് കലക്കിയതിന് ശേഷം ടേസ്റ്റ് വായിൽ വെച്ച് നോക്കിയപ്പോൾ പൊടിയിൽ ഉപ്പുണ്ട് അത്യാവശ്യത്തിന്. ഇനി ഞാൻ നടുക്കിലൊന്ന് കുഴിച്ച് കൊടുക്കുക. അതിന് ശേഷം വെള്ളത്തിൻ്റെ അളവ് എനിക്കങ്ങനെ പറഞ്ഞുതരാൻ അറിയില്ല. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ഇല്ല 1/2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം വേണ്ടി വരില്ല. ഞാൻ മാവ് കുഴച്ച് കഴിഞ്ഞാൽ ആ ഒരു പരിവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒരു കുറച്ച് വെള്ളം ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ മാവ് നല്ല കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ കുഴച്ചെടുത്ത ആ ഒരു ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചപ്പാത്തിക്ക് ഉരുള ഉരുട്ടുന്ന പോലെ ഉരുട്ടുക. എന്നിട്ട് വളരെ കുഞ്ഞ് ബോൾ, ഞാൻ വലിയ ബോൾ പിടിക്കാറില്ല, വളരെ കുഞ്ഞ് ബോൾ കനം കുറച്ച് പരത്തണം. എന്നാലാണ് കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോഴും കഴിക്കാനും ടേസ്റ്റ്. അതാണ് വലിയ ഉണ്ട പോലെ വലിയ മന്ദനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ വരണത് മാറ്റുക. ബാക്കിയുള്ളത് മതി, നമുക്ക് കുഞ്ഞു ഉണ്ട മതി. നല്ല കട്ടിക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ, പിന്നെ അതിങ്ങനെ നല്ലോണം നമുക്ക് മെടയാൻ അറിയണം കയ്യിൽ വെച്ചിട്ട്. ഇങ്ങനെ കുഴി പോലെ ഞാൻ കാട്ടിത്തരാം. വലിയതായിട്ട് എനിക്ക് അറിയൊന്നുമില്ല, എങ്കിലും അമ്മാമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇത് ഞാൻ ഉരുള പിടിക്കട്ടെ. അതിന് ശേഷം ഇനി ഇതിൻ്റെ കൂട്ടുണ്ടല്ലോ നമുക്ക് ഉള്ളിൽ തേങ്ങ വയ്ക്കാനുള്ളത്, അതെങ്ങനെയാണെന്ന് ഞാൻ കാട്ടിത്തരാം. അതിന് ശേഷം ഇത് എങ്ങനെ മെടയാണെന്നും കാട്ടിത്തരാം. ഇപ്പം ഞാൻ കോഴിക്കോട്ടേക്ക് വേണ്ട ഉരുളകൾ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വളരെ ചെറുതാണ്. ഇപ്പോൾ ടോട്ടൽ എനിക്കൊരു 7 കൂട്ടണ്ട. അപ്പോൾ ഒരു അത്യാവശ്യം ഒരെണ്ണം ചെറുതാണ്, എന്നാലും ഒരു 7 കണക്കാക്കാം. 7 മാവ് ഇപ്പോൾ കിട്ടി. നമുക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കൂട്ട് എന്താണെന്ന് നോക്കാം. അത് ഞാൻ കാട്ടിത്തരാം. കോഴിക്കോട്ടയുടെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിംഗ് ആണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ കൈകൊണ്ട് ഞാനൊരു 2 പിടി തേങ്ങ എടുത്തു. ഇതിപ്പോൾ പ്രത്യേകിച്ചൊരു മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ കൈ കൊണ്ട് ഇപ്പോൾ 2 പിടി തേങ്ങ എടുത്തപ്പോൾ ഞാൻ വലിയൊരു അച്ച് ശർക്കര, വലിയ അച്ചായിരുന്നു, ആ ഒരു ശർക്കര അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇടിച്ചിട്ട്. പിന്നെ അതുപോലെ ഒരു ടീസ്പൂണ് നിറച്ചെടുക്കേണ്ട, ഒരു ടീസ്പൂൺ ഇങ്ങനെ ഒരു 1/4 ടീസ്പൂണിലും വിട്ടിട്ട് കുറച്ച്. അപ്പോൾ ഒരു ടീസ്പൂണോളം നല്ല ജീരകം, ചെറുജീരകം ഉണ്ടല്ലോ നമ്മുടെ അവിയലിലേക്കും ഇതിലേക്കൊക്കെ അരയ്ക്കണത്, ആ ചെറുജീരകം, നല്ല ജീരകം ഒരു ടീസ്പൂണോളം, 1/4 ടീസ്പൂണ്
ചുക്കിൻ്റെ പൊടി, പിന്നെ ഒരു 5-6 ഏലക്ക. ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ തേങ്ങ നമുക്ക് 2 പിടി മതിയാവും ഇപ്പം ഈ ഒരു മാവിലേക്ക്. പിന്നെ ഇനിയിപ്പോൾ അത് ബാക്കി വന്നാലും ഏറിയാലും കുറഞ്ഞാലും പേടിക്കേണ്ട. മാവ് ഇത്തിരി കൂടുതൽ വന്നാൽ അത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ പീച്ചാമ്പടി ഉണ്ടാക്കും. ഞങ്ങളുടെ അവിടെ പീച്ചാമ്പടി എന്ന് പറയുക കഴിഞ്ഞാൽ തേങ്ങയും ഈ ഇപ്പോൾ ഈ കോഴിക്കോട്ടയുടെ മാവും തേങ്ങയും കൂടി ഒരു തിരുമ്മിയിട്ട് അത് കയ്യിൽ വെച്ച് ഇങ്ങനെ അമർത്തിയിട്ട് അത് വെറുതെ പ്ലെയിൻ ആയിട്ട് ആവിയിൽ വെച്ച് വെച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഈ വരട്ടിയത് നമ്മൾ ഇത്തിരി കൂടുതൽ ബാക്കി വരികയാണെങ്കിൽ നമുക്ക് വെറുതെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇത്തിരി അങ്ങോട്ട് ഏറിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. സാധനങ്ങൾ ഇപ്പോൾ ഈ ഒരു അളവിൽ എടുത്താൽ മതിയാവും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു 2 ചുവന്നുള്ളി ഞാൻ നല്ല കനം കുറച്ചിട്ട് വട്ടനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് എല്ലാം കൂടിയിട്ട് നമ്മളൊരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് നെയ്യ് ഒഴിക്കുന്നവർക്ക് നെയ്യ് ഒഴിക്കാം. പക്ഷേ എനിക്കിഷ്ടം വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ശർക്കര ഒന്ന് മെൽറ്റ് ആവാനായിട്ട് എല്ലാം ഘട്ടമായിട്ടൊന്നും ഇടണ്ട, ഒന്നിച്ചൊരു പാത്രത്തിലിട്ടിട്ട് ഒരു തരി വെളിച്ചെണ്ണ വെച്ചിട്ട് ഡയറക്റ്റ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അധികം വരട്ടേണ്ട, അവിലിന് വരട്ടിയെടുക്കണ പോലെ വരട്ടരുത്. അപ്പോൾ കോഴിക്കോട്ടയിൽ വയ്ക്കുമ്പോൾ തേങ്ങയുടെ ചുവ മാറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെ വരട്ടിയെടുത്താണിത്. 2 ചുവന്നുള്ളി, അത് മസ്റ്റാണ്, മറന്നു പോകരുത്. ഒരു പ്രത്യേക മണമാണ് കോഴിക്കോട്ട കഴിക്കുന്ന നേരത്ത്. അപ്പോൾ അത് എന്തായാലും ചെയ്യണം. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള കൂട്ടാണിത്. ഇനി നമുക്കിത് കോഴിക്കോട്ട എങ്ങനെ മെടഞ്ഞെടുക്കാൻ നോക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഫില്ലിങ് വെക്കാമെന്ന് നോക്കാം. കോഴിക്കോട്ട എങ്ങനെ മെടയാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു കോഴിക്കോട്ട എടുക്കുക. അതിന് ശേഷം നമ്മുടെ വലത്തെ കയ്യിൽ ഒരു തരി വെള്ളം നനയ്ക്കുക. ഒരു തരി വെള്ളം നനച്ചതിന് ശേഷം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ ഞാൻ ആ വെള്ളം കയ്യുമെന്ന് പോണനുസരിച്ച് ഇതിങ്ങനെ ഒരു ഒട്ടിൽ വരും. അപ്പോൾ വീണ്ടും ഒരു തരി വെള്ളാക്കുക, അധികമായി പോരുത്. വീണ്ടും ഒരു തരി വെള്ളാക്കുക, വീണ്ടും ഇങ്ങനെ മെടഞ്ഞെടുക്കുക. ഇതിപ്പോൾ അധികം വലുപ്പമാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കയ്യിലും ഇടത് കയ്യിലും തണ്ടവരലും ഒരു തരി വെള്ളാക്കിയതിന് ശേഷം അത് രണ്ടും കൂടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഒരു ഓലക്കൊടയൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിയാവണം. നല്ല തിന്നായിട്ട് വരണം കേട്ടോ. കൈയിൻ്റെ വാക്കിനനുസരിച്ച്, ഓരോരുത്തരുടെ കൈവാക്കിനനുസരിച്ച് മെടഞ്ഞെടുക്കാം. പിന്നെ ഈ മാവ് കുഴക്കണേൽ വേണമെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം. നിർബന്ധമൊന്നുമില്ല. നല്ലോണം കുഴച്ച് നല്ല മൺചട്ടിയിലൊക്കെ ഇട്ട് അമർത്തി കുഴച്ചെടുക്കുകയാണെങ്കിൽ മാവൊക്കെ തന്നെ പദം വരും. പിന്നെ അതുപോലെ നല്ല പൊടി, നല്ല വറുത്ത അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ നല്ല കനം ഇല്ലാതെ നല്ല തിന്നായിട്ടുള്ള കോഴിക്കോട്ട കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കനം കുറച്ച്. ഇതിപ്പോൾ കണ്ടോ, നല്ല കനം കുറച്ചാണ് ഞാൻ പരത്തിയാക്കണത്. ഇതിൻ്റെ ഇതിൽ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്. ഈ അരിയൊക്കെ ഒന്ന് തിന്നാക്കി കൊടുക്കുക. നല്ല ഹാർഡായിരിക്കരുത്, നല്ല തിന്നായിരിക്കണം. ഇതിപ്പോൾ കണ്ടോ, നല്ല കനം കുറച്ച് നല്ല പൂ പോലെ ഇരിക്കണത്. നല്ല കണ്ടില്ലേ, നല്ല കനം കുറവാണ് ഇതിന്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് അല്പം നമ്മുടെ ആ മിക്സ്, ഒരു സ്പൂണൊക്കെ മതി. ഇത് ശർക്കരയും തേങ്ങയൊക്കെ തിരിച്ച് കടിക്കാൻ കിട്ടണം. അതിൽ അധികം അങ്ങ് മെൽറ്റ് ചെയ്ത് വരട്ടിയെടുക്കരുത്, കുറച്ചൊക്കെ കടിക്കാൻ കിട്ടണം. നാട്ടിലൊക്കെ ഇത് അമ്മച്ചി ഉണ്ടാക്കി തരുന്ന നേരത്തെ ഈ കോഴിക്കോട്ട പൊട്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ആ ശർക്കരയൊക്കെ ഒലിച്ച് വരും. നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇവിടുത്തെ അരിപ്പൊടി എന്താണാവോ അത്രമാത്രം അങ്ങ് പൊട്ടി പോകണമൊന്നുമില്ല, നല്ലതല്ലാത്തതുകൊണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ ഇതേ ഇത് ഇങ്ങനെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ കൂട്ടിക്കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് വെക്കുക. അതിനുശേഷം ഈ സൈഡ് ഒന്ന് അടയ്ക്കുക, ഈ സൈഡും അടയ്ക്കുക, ഇവിടെ ഒന്നും അടച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതിന് നമുക്കൊരു ഉണ്ട പരിവാക്കിയെടുക്കുക. ഇതിൻ്റെ മീതിയൊക്കെ ഇത്തിരി വെള്ളം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നല്ല ക്ലോസ് ആയി കിട്ടും. ഒരു തരി വെള്ളം തൊടുക, ആവുന്നത് കൈ വെച്ച് അമർത്താതെ ഒരു തരി വെള്ളം വെച്ചിട്ട് ഈ സൈഡിലെ ഓട്ടയെല്ലാം, പിന്നെ അതുപോലെ ഈ മുകളിൽ ഹമ്പായി നിൽക്കുന്നതൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ കോഴിക്കോട്ട ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഉണ്ടപ്പരിവാക്കി എടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള ഒരു ഉരുളയാണിത്. ഇനി ഇത് മാറ്റി വയ്ക്കുക. അതിനുശേഷം അടുത്തത് എടുക്കുക. ഒട്ടാതെ ശ്രദ്ധിക്കണം. ആവുന്നത് നിങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷം ആവിപാത്രത്തിലേക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ ഇത് ഒട്ടാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ എല്ലാ ഉണ്ടകളും നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
ഇപ്പം നമ്മുടെ കോഴിക്കോട്ട ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ ആ കോഴിക്കോട്ട ഉണ്ടാക്കിയത് ഞാൻ ഒരു കിണ്ണത്തിൽ വെച്ചിട്ട് അടിയിൽ ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കള്ളപ്പവും വട്ടയപ്പൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. പിന്നെ ശരിക്ക് ഈ കോഴിക്കോട്ട കഴിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. കുറേ ആൾക്കാർക്ക് അങ്ങനെയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഈ കോഴിക്കോട്ട വെന്ത് കഴിയുമ്പോൾ ഇത് പൊട്ടിയിട്ട് ചിലത് പൊട്ടില്ല കേട്ടോ. പൊട്ടാതിരിക്കുന്നതാണ് ഭംഗി കാണാൻ. പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് എന്താണെന്ന് അറിയോ? ഇത് പൊട്ടിയിട്ടാൽ ശർക്കര അങ്ങ് ഉരുകി വരണം. അതും ആ ഒരു അരി ഒക്കെ കൂടി അങ്ങ് കഴിക്കണം. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ ഏത് പരുവത്തിലാണ് കിട്ടാന്ന് അറിയില്ല. ഇപ്പോൾ ഒരു അടച്ചു വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ നമുക്ക് ധാരാളം വേണം. അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കുന്ന നേരത്ത് 20 മിനിറ്റ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇത് ഓൾറെഡി നമ്മുടെ മാവ് നല്ല ചൂടുവെള്ളത്തിൽ വെന്തതാണ്. പെട്ടെന്ന് തന്നെ ആവും. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് ആയാലും മതി. പിന്നെ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ആ മാവ് സോഫ്റ്റ്നെസ് കുറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങിലിച്ച പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം കുറച്ച് കൊടുക്കുക. പിന്നെ വെള്ളം നല്ലോണം വെക്കണം, അല്ലെങ്കിൽ പിന്നെ തീ കൂട്ടി വെക്കുമ്പം വെള്ളം വറ്റിപ്പോവും. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ കോഴിക്കോട്ട് കിട്ടുമ്പോൾ കറുത്തായിട്ടിരിക്കും. കറുത്ത കോഴിക്കോട്ടായിട്ടാവും വരിക, കരിയുടെ കളറൊക്കെ കയറിയിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഒരു 10-15-20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും നമുക്കിത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ കോഴിക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫോട്ടോയിൽ കണ്ട ഹാഫ് ഞാനിപ്പോൾ എടുത്ത് കഴിച്ചു. ഫോട്ടോ എടുത്തതിന് ശേഷം ബാക്കി വീഡിയോ എടുത്തതേ. അപ്പോൾ ആ ബാക്കി ഞാനെടുത്ത് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ചെറുതും ഞാൻ കഴിച്ചു നോക്കി, നല്ല രുചിയായിട്ടുണ്ട്. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടോ? നല്ല സോഫ്റ്റ് ഉണ്ട്. ഇത് നല്ല തിന്നായിട്ടാണ് നമ്മൾ പരത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.